ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂൺ മാസ ഫലമാണ്. ജൂൺ മാസത്തിൽ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം ഏഴരശനിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷവും ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏഴരശനി കഴിഞ്ഞു. അപ്പോൾ 2ാം ഭാവത്തിലേക്ക് രാഹു, വ്യാഴം എങ്കിലും അനിഷ്ടാവസ്ഥയിലാണ്, 6ാമിടത്ത്. അത് ചില കാര്യങ്ങൾക്ക് നല്ലതാണ്, മറ്റു ചില കാര്യങ്ങൾക്ക് മോശവുമാണ്. പൊതുവെ നോക്കുമ്പോൾ രാശ്യാധിപനായിരിക്കുന്ന ശനിയുടെ സ്ഥിതിയും ഒക്കെ പൊതുവെ അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. പാപന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഭാവത്തിലേക്ക് പാപഗ്രഹങ്ങളുടെ സ്ഥിതി വന്നതിനാൽ നേട്ടങ്ങൾ പല രീതിയിൽ വന്നിച്ച് ശുഭഗ്രഹങ്ങളായ ശുക്രന്റെയും അതുപോലെ തന്നെ ചന്ദ്രന്റെയും ബുധന്റെയും ഒക്കെ സ്ഥിതി വിശേഷാൽ ഭാഗ്യം കൊണ്ടുതരുന്ന രീതിയിലാണ് സ്ഥിതി. ചൊവ്വ പ്രബലമായിട്ട് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. ചൂടോടുകൂടിയ ഭക്ഷണങ്ങൾ അത് രോഗാവസ്ഥകളൊക്കെ മാറ്റുന്നതിനും ഒരു പരിധി വരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാനും അനിവാര്യമായ ഒരു സമയമാണ്. ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും. അതായത് നഷ്ടസ്ഥാനം, കടത്തിന്റെയും പ്രശ്നങ്ങളുടെയും ഭാഗത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ കടങ്ങളൊക്കെ വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുന്നതിനോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുറയുക. പ്രത്യേകിച്ച് ശത്രുക്കളുടെ എണ്ണം കുറയുക. ശത്രുക്കൾ പോലും മിത്രങ്ങളായി വരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ജൂൺ മാസം. ദമ്പതികളായിട്ടുള്ളവർ, വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഒക്കെ യോഗം. മറ്റൊരു കാര്യം, ഇവർക്ക് തൊഴിൽ പുരോഗതികൾ വന്നിച്ച്, സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നിച്ച്, ഗൃഹത്തെ സൂചിപ്പിക്കുന്ന ഭാവം ബലവാനായിട്ടൊക്കെ വന്നതിനാൽ പുതിയ ഗ്രഹം വന്നിച്ചേരുന്നതിനോ ഉള്ള ഗ്രഹം പുതുക്കി പണിയുന്നതിനോ യോഗം. അതുപോലെ തന്നെയാണ് ഭൂമി വന്നു ചേരുവാനും യോഗം. വാഹന ഭാഗ്യവും ഉള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അത് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മകരം രാശിയുടെ 9ാം ഭാവമായ കന്നി രാശി, അവിടേക്ക് പൂർണ്ണമായ വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അനിഷ്ടത്തിൽ നിന്നുകൊണ്ടാണ് ദൃഷ്ടി ചെയ്യുന്നതെങ്കിലും നൈസർഗിക ശുഭനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അത് തൊഴിൽ കാര്യത്തിലായാലും ഗൃഹത്തിന്റെ കാര്യത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലായാലും പരീക്ഷകളൊക്കെ എഴുതുന്നവർ പരീക്ഷകളൊക്കെ പാസ്സാകുന്നതിനും നല്ല മാർക്കോടുകൂടി പാസ്സാകുക, ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ വിജയിക്കുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. അത് വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ്. അതായത് വ്യാഴം അവിടെ 12ാം ഭാവമായ സ്ഥാനഭ്രംശ സ്ഥാനത്തിന്റെ അധിപൻ സ്ഥാനഭ്രംശ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വന്തം നാട് വിട്ട് ജോലി കിട്ടുവാനും അനുകൂലമാണ്. ശനിയൊക്കെ അനുകൂലമാണല്ലോ. രാഹുവും അത് സ്വന്തം നാട് വിട്ട് സമ്പത്ത് നേടുന്നതിനെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്കാണ് രാഹുവിന്റെ മാറ്റങ്ങളും വന്നിരിക്കുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നു. ജാതകം നോക്കുന്നതിനായാലും മറ്റ് പ്രശ്നം നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായി.
പ്രധാനമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ കഴിക്കുകയോ അതല്ല നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുകയോ ആയില്യ പൂജകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്സിനും യശസ്സിനും ഒക്കെ നല്ലതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വളരെ ശ്രേയസ്കരമാണ്. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും തൊഴിൽ സ്ഥിരതകൾ വന്നു ചേരുവാനും ഒക്കെ അനുകൂലമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.